മംഗളത്തിൽ മധുരൽ പാടി ഒരു നാരിയെ തേടി മഹർമാല എടുത്തും കൊണ്ടു പൊതുമാനൻ ഇരാവരുന്നേ മാനൻ ഇരാവരുന്നേ അടിപൊളി. ഹലോ ഹായ്, സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു ഇക്ക. മോന്റെ പേര് മാഹിൻ, മോന്റെ പേര് ഇസ്ഹാഖ്, എന്താ പേര് ഇസ്മായിൽ, മോന ഷംസുദ്ദീൻ. ഓക്കെ, പേരെന്താണ്? സൽമ അവാമ. ഇദ്ദേഹം കോങ്കോട്ടം. പേരെന്താ? രതീഷ്. ഓക്കെ, നന്നായിരുന്നു, എല്ലാവരും ഗംഭീരമായിരുന്നു. ഇന്നസ് പക്രു, തെസ്നി. ഒരു ഗ്രാൻഡ് എൻട്രി തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരെ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി നമ്മൾ ഇവർക്ക് നേരിട്ട് ഇവിടെ തന്നെ ഒരു നല്ല കയ്യടി കൊടുക്കുകയാണ്. ഈ ടീമിനെ നമുക്ക് പരിചയപ്പെടണം, കാരണം ഇവരായിരിക്കും ഇന്ന് നമ്മളോടൊപ്പം ഈ എപ്പിസോഡ് ത്രൂ ഔട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ഈ ടീം എന്ന് പറയുന്നത് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡ് എന്നാണ് ഇവരുടെ ഓർഗനൈസേഷന്റെ പേര്. അതെ, ഇവര് മലപ്പുറത്തെ പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എത്തിയിരിക്കുന്നത്. അതെ, ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്കത് കണ്ടറിയാം. എന്താണ് ഈ ഓർഗനൈസേഷൻ, ഇവിടെ എങ്ങനത്തെ രീതിയിലുള്ള സുഹൃത്തുക്കളാണ് ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കണ്ടറിയാം. എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡിന്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം, പ്ലീസ്. ഭിന്നശേഷിക്കാർ എന്ന പേര് നൽകി വർഷങ്ങളോളം വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയേണ്ടി വരുന്നവരാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഞങ്ങൾ അവരെ പരിഗണിക്കുന്നത്
ഭിന്നശേഷിക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും ചില സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ഒരു സ്വീകർത്താക്കളാക്കി മാറ്റുന്നതിന് പകരം അവരുടെ കോൺട്രിബ്യൂട്ടറി അംഗങ്ങളാക്കിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകരായിട്ടും ജീവനക്കാരായിട്ടും അതുപോലെ തന്നെ അവരുടെ എക്സിക്യൂഷൻ ലെവലിലും പ്ലാനിങ് ലെവലിലും ഒക്കെ ലീഡിങ് അവസ്ഥ നൽകുന്നതോടുകൂടി അവരുടെ ആ സൊസൈറ്റിയിൽ തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് ഇവരെ പറ്റി പറയാനുള്ളത്? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടില്ല നമ്മൾ. ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും തോന്നുന്നത് ഈ പ്രസ്ഥാനത്തോട് ഇതിൻ്റെ പിന്നിൽ അണിനിരന്നത് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത് സാധാരണ എല്ലാവരെയും പോലെയാണ് ഞങ്ങളും എന്ന് അവർക്കൊരു മാനസികമായിട്ട് ഒരു കോൺഫിഡൻസ് നൽകുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് മാറ്റി നിർത്തപ്പെടുകയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഞങ്ങളും അധ്വാനിച്ച് നിങ്ങളെ പോലെയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അത് തന്നെയാണ് അതിൻ്റെ ശരി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ബാക്കി ടീമിനോട് റെഡി ആയിട്ട് നിന്നോളാൻ പറയാം. ഞങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ ഒക്കെ പെർഫോമൻസ് കാണണം കേട്ടോ. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. എടാ അജി കാള പോലെ വളർന്നടാ, ഇങ്ങനെ ഇരുന്ന് കരയാതെ. എടാ ഭാര്യ വഴക്ക് പറഞ്ഞെങ്കിൽ നീ ഒരാണല്ലടാ, നിനക്ക് തിരിച്ചു കാണണം കൊടുത്തുവിടായിരുന്ന. ഇവിടെ കള്ളു കുടിക്കെന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റൊന്നുമല്ല. ഒരു ആണിന്റെ പൗര അവകാശമാണ് കള്ളുകുടി എന്ന് പറഞ്ഞാൽ. അതൊക്കെ എന്റെ വീട്ടില് ഞാൻ പറയുന്നതിനപ്പുറം എന്റെ ഭാര്യ പോകില്ല. ഞാൻ ഒരു കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ അവള് ഗ്ലാസ്സുമായിട്ട് വന്നിരിക്കും. അങ്ങനെ ഭാര്യ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പഠിക്കാനോടാ. പെൺകോന്താന്ന് പറഞ്ഞു നടക്കുന്നത്. ആരാ നിങ്ങൾക്ക് ഗ്ലാസും വെള്ളമൊക്കെ എടുത്തു തരുന്നത്? അല്ല, വീട്ടില് നിങ്ങൾക്ക് ആരോ ഗ്ലാസും വെള്ളമൊക്കെ എടുത്തോണ്ട് തരുമെന്ന് പറഞ്ഞത്? അതല്ല, അവൻ വെള്ളം ഒടിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ കുപ്പി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഇന്നലെ എന്റെ തലത്തോട് സത്യം ചെയ്ത വെള്ളം അടിക്കത്തില്ല. കുപ്പി കൊണ്ട് തരാൻ, കുപ്പി കൊണ്ട് തരാൻ. ഞാൻ കുപ്പി തരുന്ന പ്രതീക്ഷിക്കണ്ട. നീ ഇന്നലെ തുടങ്ങിയല്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിയാക്കി അറിയത്തില്ല. മര്യാദക്ക് കുപ്പി തന്നോ? കുപ്പി തരാൻ ഇങ്ങോട്ട്, കുപ്പി തരാൻ. എന്ത് കടലിൽ പ്ലാനിങ്? കടലിൽ തന്നെ എറിയാൻ. എറിയോന്ന് പറഞ്ഞാ എറിയും. നീ പോയി എല്ലാം കൂടെ 10-400 കുപ്പി എടുത്ത് പുറത്തിറങ്ങിയറിയാം. ഇത് ഞാൻ എറിയും. നിങ്ങളുടെ ഒടുക്കത്തെ കൂടി നിർത്താതെ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നിയങ്ങാതി എറിയോണെന്ന് എറിയാവേ. കുറെ നേരം വായിൽ നോക്കിയിരിക്കണ്. ഇങ്ങോട്ട് നോക്കണാവേ, കടലിലേക്ക് നോക്കണാവേ. കടലില് ഇവിടെ നോക്ക്. സംസാരിക്കുന്ന മത്സ്യോ? സംസാരിക്കുന്ന മത്സ്യമല്ല, സംസാരിക്കുന്ന മത്സ്യകന്യകനുണ്ടോ? എന്റെ പൊന്നിയേട്ടാ, ഇത് ഏതോ ഫാൻസി ഡ്രസ് നടക്കണടുത്ത് ഓടിപ്പോന്ന് തോന്നുന്നു. ചെകളൊക്കെ അടിയാന്നുണ്ടല്ലോ. ഞങ്ങള് ഈ മത്സ്യ കന്യകന്മാര്. അതെ, ശരിക്കും നിങ്ങൾ മത്സ്യകന്യകനാണോ? പിന്നെ ഞാൻ എന്നാ പകുതി സ്രാവ് ഒഴുങ്ങിയ മനുഷ്യനാന്ന് കരുതിയോ? എന്റെ പെണ്ണുമ്പോളാ ഞാൻ മത്സ്യകന്യകനാന്ന്. അല്ല, സാധാരണ നമ്മൾ മത്സ്യകന്യക എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പടത്തിൽ കാണുന്നത് കന്യകയെ മാത്രമേ കണ്ടുള്ളൂ. കന്യകൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത് ചെറിയൊരു നാണക്കേടുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ഈ വീട്ടിലും നാട്ടിലൊക്കെ എങ്ങനെ പാചകം ചെയ്യണ ആരാ? പാചകം ചെയ്യുന്ന പെണ്ണുങ്ങളല്ലേ? പക്ഷെ ഞങ്ങള് നേരെ ഓപ്പോസിറ്റാ. ഞങ്ങൾ ആണുങ്ങളാണ്, മത്സ്യകന്യകന്മാരാണ് കടലിനടിയിൽ പാചകം ചെയ്യണേ. അതിന്റെ ഒരു ചമ്മല് നാട്ടിൽ വരുമ്പോ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെളിച്ചത്തേക്ക് വരാറ്. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. നിങ്ങളാ കയ്യിലിരിക്കണ മദ്യം തരാമോ? എന്റെ വാല് വിറച്ചിട്ട് പാടില്ല, എനിക്ക് കിക്കിളി വരും കേട്ടോ. നിങ്ങൾ കള്ളു കുടിക്കുവോ? അതാ കള്ളു കുടിച്ചാൽ കുഴപ്പം? ദൈവമേ, നാട്ടിൽ ഇങ്ങനെ കൊണ്ട് പൊറുതിയില്ല. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കള്ളു കുടിക്കാനായിട്ട്? നീ തന്നെ എന്നോട് ഇത് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ കള്ളുടിയാനാവാൻ കാരണം ആരാന്നറിയാവോ? നിന്റെ പെണ്ണുമ്പിളായി ഇവളൊറ്റ ഒരുക്കിയ കാരണം. ഞാനോ? എന്ത് ബന്ധം? നിങ്ങൾ വെറുതെ തോന്നിയാസം പറയല്ലേ. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കാണുവാ. ആദ്യമായിട്ട് കണ്ടാലും അവസാനമായിട്ട് കണ്ടാലും നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം പറ്റില്ലേ? നിങ്ങൾ എത്ര കുപ്പി എറിഞ്ഞു കടലിലേക്ക്? 410 കുപ്പി എറിഞ്ഞോ? ഞാൻ ഇന്ന വരെ മദ്യപിക്കാത്ത ഒരാളായിരുന്നു. നിങ്ങൾ വലിച്ചെറിയണ മദ്യം മൊത്തം വന്ന് വീണ എന്റെ ടെറസിന്റെ മുകളിലാണ്. ഞാൻ മാങ്ങ ആടിയതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മേളിൽ ചെന്ന് നോക്കുമ്പോ എന്നാ സംഭവം? ഒരു കുപ്പി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ അടിമയായിപ്പോയി. ഞാൻ എറിഞ്ഞ കുപ്പിയൊക്കെ അടിച്ചത്
പിന്നല്ലാതെ ഞാൻ അങ്ങനെ അടിച്ചാണ് ഞാൻ മദ്യപാനിയായത്. അറിയാമോ? മത്സ്യകന്യകനായ എന്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. എടി സത്യം പറഞ്ഞ ഒരു കുടിയെ മാത്രമേ മറ്റു കുടിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ആ സാധനം കണ്ടത് ഞാൻ ചോദിക്കണമെങ്കിൽ അങ്ങ് കൊടു. കഷ്ടം കഷ്ടം കേട്ടാ. കുറച്ച് കുടിച്ചാ മതിയേ. ഞാൻ ഗ്ലാസും സോഡ എടുത്തിട്ട് വരാം. സോഡ ഗ്ലാസ് ഇതൊന്നും വേണ്ട. ഞാൻ ഡ്രൈയുടെ ആളാ. എന്റെ ദൈവമേ. എന്റെ സഹോദര ഇങ്ങനെയൊന്നും കുടിക്കരുത് കേട്ടാ. ഇതെല്ലാം വാടിക്കരിഞ്ഞു പോകുന്നത്. അതെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈ അടിക്കണ ഇഷ്ടം. പക്ഷെ കടലിനടി പറ്റൂല. നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ ഡ്രൈ അടിക്കാൻ പിന്നെ കടലിന്റെ അടിയിൽ ഡ്രൈ അടിച്ചൂടെ? എടാവേ, ഈ ഒരു പൈന്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഡ്രൈ അങ്ങ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഫുള്ള് വെള്ളം അകത്തിയെന്ന് വെച്ചാൽ ഡൈലൂട്ടായി പോകും കടലില്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡ്രൈ അടിക്കണമെങ്കിൽ എനിക്ക് നാട്ടിൽ വന്നാൽ എനിക്ക് ഡ്രൈ അടിക്കാൻ പക്ഷേ നിങ്ങളെ ഇത് ഇച്ചിരി ചാത്തൻ സാധനമാണ്. വേണമെങ്കിൽ ഞാൻ ടച്ചിങ്സ് വല്ല എടുത്തിട്ട് വരാം. നീ താങ്ങൂല. നിങ്ങളുടെയൊക്കെ നാട്ടിലെ ടച്ചിങ്സ് എന്നാ ടച്ചിങ്സാ? അതൊക്കെ അമോണിയ ന്യൂമോണിയ ഒക്കെ ഉള്ള മീനൊക്കെ അല്ലേ. ഞങ്ങളുടെ അങ്ങനെയല്ല. ഞാനിപ്പോ ഇങ്ങനെ ടച്ചിങ്സിന് വേണ്ടി കടലിനടിയിൽ ഇങ്ങനെ വെള്ളം അടിച്ചോണ്ട ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചൂര എങ്ങാനും ഇതിലെ പോകുമ്പോ അതിന്റെ തലയിലെ ഒരൊറ്റ നക്ക. അതിലും വലിയ ടച്ചിങ്സ് വേറെ ഉണ്ടോ? വെറുതെ പുളിയും മുളകൊക്കെ ഇട്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് കളയാതെ ഇതാണ് ടച്ചിങ്സ്. ഇങ്ങനെ അടിക്കണത്. എന്തായാലും നന്നായിട്ടൊന്ന് കാണട്ടെ. അതെ, ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചിട്ടെ. നിങ്ങൾ ഈ പിന്നെ വീട്ടിനകത്താണെന്ന് പറയുമ്പോ ബോറടിക്കില്ല? വേറെ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ? പിന്നെ ഞങ്ങൾ ആക്രി കച്ചവടം ഉണ്ട്. ആക്രി കച്ചവടം ഞങ്ങള് ചുമ്മാ മനുഷ്യർക്ക് ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന ജോലിയല്ലേ ആക്രി കച്ചവടമൊക്കെ. വെറുതെ പുളു അടിക്കല്ലേ. ആക്രി കച്ചവടം ചെയ്യും ഞങ്ങള്. അതിന് വേണ്ടിയുള്ള വേസ്റ്റ് അവിടെ കിട്ടും. നിങ്ങളൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയല്ലേ കടലിലേക്കും കായലിലേക്കൊക്കെ. അത് ഞങ്ങൾ തൂത്തുപെറുക്കി ഇങ്ങനെ എടുത്തിട്ട് അത് ബിസിനസ് ചെയ്യും. പിന്നെ പുറത്തു കൊടുക്കാൻ പറ്റാത്ത സാധനമാണ് ഞങ്ങൾ ഈ പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭമായിട്ട് ഞങ്ങൾ തിരിച്ച് സുനാമിയൊക്കെ ആയിട്ട് തിരിച്ചു. ശരിക്കും പറഞ്ഞ ടിവിയിലാണ് ശരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. ടിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തേ. ഈ മറ്റേ അമൃത ചാനലിലെ നമ്പർ ഒന്ന് കിട്ടുമോ? അതിനാ നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, താരവിളച്ചൽ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ? താരവിളച്ചിലോ? ഒരു കോമഡി പരിപാടി. ചേട്ടാ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സില് താരവിളയാട്ടം. അതായത് എന്റെ അളിയൻ, അതായത് വൈഫിന്റെ ആങ്ങള, അവനൊരു മെനകൃതി കാണിച്ചെന്നേ. ഈ താരവിളയാട്ടത്തില് ഒരു പയ്യൻ വന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നക്കി നിർത്തൂല. നാക്കുകൊണ്ട് ഇങ്ങനെ നിർത്തുന്ന ആ സാധനം കണ്ടതിന് ശേഷം ഇവൻ പറയാ ഇവനും ഫാനേല് നക്കണം എന്നും പറഞ്ഞോണ്ട് കടലിനടിയിൽ എവിടെ ഫാൻ? മോനെ കടലിനടി ഫാൻ ഇല്ല എന്ന് പറഞ്ഞ അവനെ ഒരു നയത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറയാ ദേ ഫാൻ എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോ ഒരു ഫാൻ കിടന്ന് കറങ്ങാ. ഇവൻ ഓടി അങ്ങ് അളിയാ ഞാൻ ഇപ്പൊ ഒരു പണി കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. കുണുങ്ങിക്കൊണ്ടൊരു ഒറ്റ നാക്ക് നീട്ടിക്കൊണ്ടൊരു ചെല്ലല്. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, അത് ഫാനല്ലായിരുന്നവേ, ഈ കപ്പലിന്റെ പ്രൊപ്പല്ലറായിരുന്നു. നാക്കും കണ്ടില്ല, അവനെ കണ്ടില്ല. പിന്നെ സഞ്ചയനത്തിന് വേണ്ടി കപ്പലിന്റെ സൈഡിൽ ഒരു സ്റ്റാമ്പിന്റെ വലിപ്പത്തിൽ ഇച്ചിരി ഇറച്ചി കഷ്ണം കിട്ടി. അത് വെച്ച് ഞാൻ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യായിരുന്നു സഞ്ചയനം. ഇത് ഈ മരണത്തിന്റെ കേസൊന്നും പറഞ്ഞില്ല. എനിക്കത് കേട്ട എന്താ കണക്കാണ്. ഒരു 30 എന്തോ എനിക്കറിയാം. എനിക്ക് മരണം അയ്യോ, നിങ്ങൾക്ക് എന്ത് കേട്ടാലാണ് കള്ളു കുടിക്കാത്തത്? നിങ്ങൾക്ക് എന്ത് വിശേഷം വന്നാലും നിങ്ങൾക്ക് കള്ളു കുടിയാ. ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും എല്ലാം നിങ്ങൾ കള്ളു കുടിയാ. കഴിഞ്ഞ വിഷുവിന് എന്താ ഇയാൾ കാണിച്ചെന്നറിയാമോ? എന്താ കാണിച്ചത്? എന്താ നിനക്ക് ഞാൻ വിഷുവിന്റെ കൈ നീട്ടി തന്നില്ല? അല്ലെങ്കിൽ വിഷുവിന്റെ കേസൊക്കെ ഇവരോട് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവുമോ? അയ്യോ, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ കേരളത്തിൽ എന്താ ആഘോഷം ഉണ്ടോ അതുപോലത്തെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ കടലിനടിയിൽ ആഘോഷിക്കും. ചുമ്മാ കള്ളം പറയാതെ. അയ്യോ, ആഘോഷിക്കും. നിങ്ങൾ വിഷുവിന് നിങ്ങൾ എങ്ങനെ കൈനീട്ടം കൊടുക്കണം? ഞാന് കഴിഞ്ഞ വിഷുവിന് 101 രൂപ ഒന്നില്ലേ? കാശല്ലേ കൊടുക്കേ? നിങ്ങൾ കാശല്ലേ കൊടുക്കേ? ഞങ്ങൾ സ്വർണം കൊടുക്കും, സ്വർണം. ആ, അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊച്ചാക്കി സംസാരിക്കുകയും കാരണം നിങ്ങൾ കേരളത്തിൽ എന്ത് ആഘോഷം ആഘോഷിച്ചോ അത് ഞങ്ങള് വന്നല്ലോ. അതെ, നിന്റെ തല പൊക്കി കാണിക്കണം. ഞാൻ അടിയാൻ വെച്ചിട്ടോ ഞാൻ ദേഷ്യം വന്നാണ്ടോ എന്റെ. ഇവനിപ്പോ തല മാത്രമല്ല വാല് മാത്രമാണല്ലോ പൊക്കി കാണിക്കണം. ഒരു 2 റൗണ്ടും കൂടെ അടിച്ചിട്ട് പോരെ കേട്ടാ. 2 റൗണ്ടും കൂടെ അടിച്ചിട്ട് പോരെ. അതെന്താ സംഭവം? തിമിംഗലാണോ? ഞാനൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു, വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റ്. അപ്പൊ ഈ കടലിൽ 10 റൗണ്ട് നീന്തിയിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു ഡ്രിങ്ക് ഉണ്ട്, എനർജി ഡ്രിങ്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു പുള്ളി അടിച്ചു. ഈ പുള്ളി ഇതും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുക. എനിക്ക് പേയ്മെന്റ് തരും. അതുകൊണ്ടാണ് ഇപ്പൊ മൊത്തം അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. അത് ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞ മനുഷ്യരെ കണക്ക് തന്നെ. മത്സ്യകന്യകനല്ലേ, പിന്നെ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ഗുണം കാണിക്കണ്ടേ? അന്ന് കടലില് ഇച്ചിരി ഓളം മാറി വരുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ ഭാര്യ വരുന്നതിന്റെ ഓളം കേക്കാം. അവനെ
മറ്റേ നിങ്ങളത് എവിടെയായിരുന്നു? ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊച്ചിനെ വിളിക്കാനായിട്ട് ഇപ്പൊ ടെറസിന്റെ മുകളിൽ എന്തോ എന്തോ ടെറസ് കള്ളത്തനം പറയരുത് എന്നോട്. അല്ല. കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നു നിങ്ങളോട്? കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി നീന്താൻ തുടങ്ങിയപ്പോഴാണ് മേളിൽ ഒരു ഒച്ച കേട്ടത്. എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ മേളിൽ കയറി നോക്കിയപ്പോഴാണ് മറ്റേ ഇത് കണ്ടത്. അല്ല മത്സ്യകന്യക, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇത് മത്സ്യ കന്യകയല്ലേ? അതെ. ഈ കുഞ്ഞാർക്കുള്ളത്? കുഞ്ഞ് നമ്മുടെ കൊച്ച് സ്കൂളിലുള്ളതാരാ കുഞ്ഞ്? സ്കൂളിൽ അത് ഞങ്ങളുടെ കൊച്ചാ. അല്ല ഇപ്പൊ കന്യക എന്ന് പറഞ്ഞിട്ട് കൊച്ചാ? എടാ നിന്റെ പേരനടാ? എന്റെ ഒരു ബാലൻ. നിനക്ക് എത്ര വയസ്സായി? 45. അതെ അതെ 45 വയസ്സുള്ള ഈ മുതുക്കന് ബാലെന്ന് പേരിടാങ്കി ഇവക്ക് പിന്നെ ഞാൻ കന്യകാന്ന് പേരിട്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പം? ഇതൊരു കുഴപ്പമുണ്ടോ? ഇവിടെ എന്താ നാറുന്നേ? നിങ്ങൾ കുടിച്ചോ? ഇല്ലില്ല. കുടിച്ചോ നിങ്ങളെ? ഊത് ഊത് ഊത്. ഞാനേ കുറെ ദിവസം കൊണ്ട് ഓങ്ങി വെച്ചിരിക്കുവായിരുന്നു. നല്ലൊരു ഊത് മേടിക്കാൻ. ഞാൻ അയ്യോ അയ്യോ അമ്മേ, ആ അയ്യോ 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 അയ്യോ. അളിയാ, ഓ ഇപ്പോഴാ ഞാൻ ഈ കുപ്പിയിൽ എഴുതി വെച്ചേക്കണ എന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. മദ്യപാനം കരയിലാണെങ്കിലും കടലിലാണെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമാണ് അളിയോ. മാസ്റ്റേഴ്സ്, നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് താരവിളയാട്ടമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ കളർഫുൾ ആക്കാൻ ഒരു ടീം എത്തിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കണ്ട നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾ ടീം അല്ലെ, അപ്പൊ അവരുടെ സുഹൃത്തുക്കളുടെ ഒരു പെർഫോമൻസ് കൂടെ താരവിളയാട്ടത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാലോ? അപ്പൊ എന്തായാലും വേദിയിലേക്ക് നമുക്ക് ആ പവർഫുൾ പെർഫോമൻസിനായി സ്വാഗതം ചെയ്യാം എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾ.
ഗംഭീരം. കലക്കി. കുട്ടികളെ ഗോൾസ് ഓൺ വീൽസ്. നിങ്ങള് ഗംഭീര പെർഫോമൻസ് പറഞ്ഞാൽ എനിക്കറിയാം അവരിപ്പോ എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നുള്ളത്. കാരണം ആ ഡ്രസ്സിന്റെ ആ തിളക്കം പോലെ തന്നെയായിരുന്നു ഇവരുടെ ചിരി. ഒരു നല്ല കൈയ്യടി പ്ലീസ്. ഇത്ത എന്താണ് തോന്നുന്നത്? സുന്ദരി കുട്ടികളെല്ലാരും എന്തായാലും ഭയങ്കര. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോകും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ കേട്ടോ. അപ്പൊ ആദ്യം അമൃത ടീവിനോട് ഒരുപാട് താങ്ക്സ് പറയണം. ഇപ്പൊ എനിക്ക് വരാൻ പറ്റി, നിങ്ങളൊക്കെ കാണാൻ പറ്റി. എന്ത് രസം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതേപോലെ കുട്ടികൾ ഒപ്പന കളിക്കുന്ന. പക്ഷെ എന്ത് രസം, എക്സ്പ്രഷനൊക്കെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ. ആരെ പഠിപ്പിച്ചത് നിങ്ങൾ ഒപ്പന? ഞങ്ങളുടെ ടീച്ചറുണ്ട്, തമന്ന ടീച്ചർ. സലാം സാറ്. ഓ, സലാം സാറും തമന്ന മിസ്സും പ്ലീസ് ജോയിൻ us. തമന്ന ടീച്ചറെ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാ. നന്നായിട്ടുണ്ട്. എത്ര ദിവസം എടുത്തത് പഠിക്കാനൊക്കെ? ഒരാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഡാൻസും പാട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ എബിലിറ്റി ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഷാനിൽ. So welcome to our show. Thank you. Thank you so much for bringing all of them here. ഞാൻ ഇത്തരത്തായിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇക്കയ്ക്കും പക്രുചേട്ടനും കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇവരുടെ ഈ പെർഫോമൻസ് ഈ ഒരു സ്റ്റേജിൽ ഒതുങ്ങല്ല. ഇവർ ഒരുപാട് ഷോകൾ നമ്മുടെ ഇവിടെ ചുറ്റളവിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ ആദ്യമായിട്ട് എബ്രോഡ് ഒരു ഷോയിന് പോവാണ്. അതൊന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഞാൻ ഷെയർ ചെയ്യണം. ഇത് എബിലിറ്റി ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള എബിലിറ്റി പാരാ സ്പോർട്സ് ആൻഡ് ആർട്സ് അക്കാഡമിയുടെ കുട്ടികളാണ്. ഇവർ അവിടെയുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ടീച്ചേഴ്സും കൂടിയാണ്. ഇവർ സ്വയം അവിടെ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 50ഓളം വേദികൾ പിന്നിട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വിദേശത്തേക്ക് ഏപ്രിൽ മാസത്തിൽ പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് NGOക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച സ്ഥാപനമാണ് എബിലിറ്റി ഫൗണ്ടേഷൻ. അപ്പോൾ എബിലിറ്റി ഫൗണ്ടേഷന് അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ സീറ്റിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പെർഫോമൻസ് കണ്ടപ്പോൾ ശാരീരികമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത പ്രൊഫഷണൽ ഒപ്പന ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അതിലും ഒരു പടി മികച്ചു നിൽക്കും. അത്രയും ആവേശത്തോടെയാണ് നമ്മളിത് കണ്ടത്. എനിക്കൊരു ഇവിടെ ഇരുന്നപ്പോൾ ഒരു അഭിമാനം തോന്നിപ്പോയി, ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു വേദിയിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് ഒരു എന്താ പറയുക, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ദുബായ് ഒന്നും ആയിരിക്കുകയല്ല, ഇവരുടെ ടീം ഇങ്ങനെ പറക്കാൻ സാധ്യതയുള്ള, കാരണം അത്രയും നല്ലൊരു ടീം സ്പിരിറ്റ്. ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയാണോ ഏറ്റവും നല്ല വേദികൾ കിട്ടുക ആ വേദിയിൽ ഞാൻ നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എഫേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് വരും. കാരണം നിങ്ങൾ മനസ്സ് വെച്ചാൽ, പ്രാക്ടീസ് വെച്ചാൽ അതിനുള്ള കഴിവുള്ള ആളുകളാണ്. കാരണം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ വീൽ ചെയർ കണ്ടില്ല, നിങ്ങളിലാണ് ഫുൾ ഫോക്കസ് വന്നത്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ബാക്കി ഇക്ക പറയും. അല്ല, ഞാൻ എനിക്ക് ഒറ്റ വാക്കുള്ളൂ. ഞാൻ നഴ്സറി എൻ്റെ 4ാമത്തെ വയസ്സ് തൊട്ട് സ്റ്റേജിൽ കയറാൻ തുടങ്ങിയാണ്, അല്ലെങ്കിൽ സ്റ്റേജ് ആയിട്ടുള്ള ബന്ധമുള്ള ആളാണ്. പക്ഷെ ഞാൻ സ്റ്റേജിൽ ഇതുവരെ കണ്ടേക്കുന്ന പരിപാടിയിൽ ഏറ്റവും മനോഹരമായ പെർഫോമൻസ് ഒറ്റ വാക്കിൽ പറഞ്ഞല്ല. അത് തന്നെ കണ്ണുകൾ കൊണ്ടല്ല കണ്ടത്, ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ ഈ പെർഫോമൻസ് കണ്ടത്. അതാണ് ഓഡിയൻസ് ഹൃദയം കൊണ്ട് എങ്ങനെ ഏറ്റെടുക്കുന്നോ അതാണ് യഥാർത്ഥ കലയെന്നുള്ളതാണല്ലോ സത്യമായൊരു കാര്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര എക്സൈറ്റഡ് ആയ സ്ഥിതിക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കൊരു ഗിഫ്റ്റ് ലണ്ടൻ ക്ലാസിക്കിന്റെ നൽകേണ്ടതുണ്ട്. അതിന് പക്രുചേട്ടനെ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾക്ക് മനസ്സിന് ധൈര്യം തന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് ഒരു ഗംഭീര വളർച്ച ഉണ്ടെന്ന് കാണിച്ചു തന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് അജയ്. പിന്നെ മറ്റൊരാൾ കൂടി ഉണ്ട്, ബിബിൻ ജോർജ്. അതെ, ഇതൊന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് വല്ലഭന് പുല്ലുമായുധം എന്ന് പറയുന്ന തരത്തിൽ വെച്ച് കീറിപ്പോകുന്നത്. ശരിക്കും ഈ പ്രോഗ്രാം കാണുന്ന, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് നമുക്ക് സാധാരണ മനുഷ്യന് നൽകുന്ന മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യമായിരിക്കും. പലർക്കും
ജീവിതത്തിൽ മുന്നേറാനായിട്ടുള്ള ഒരു ധൈര്യം തരുന്ന എപ്പിസോഡായിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണക്കാരും നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെയാണ്. ഒരുപാട് പേർക്ക് ഒരു മനഃശക്തി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ഒരുപാട് നന്ദി കോമഡി മാസ്റ്റേഴ്സിൽ നിങ്ങളുടെ ടീം വന്നത്. താങ്ക് യു, വലിയൊരു കൈഡി. താങ്ക് യു സോ മച്ച്. എന്റെ കൈ നിറയെ ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനങ്ങളാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ചേട്ടാ ഓരോന്നായിട്ട് ഹലോ, പറഞ്ഞോ. തീക്കട്ട മഞ്ഞപ്പത്രം പരസ്യം കൊടുക്കാനാണോ? പറ. നാളെ മകളുടെ കല്യാണം. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വായിക്കോ, ആരെങ്കിലും അറിയുമോ ഇത്? അങ്ങനെയല്ല, ഞാനൊരു വാചകം പറയാം. ഇന്നലെ രാത്രി മകള് സ്വന്തം കാമുകനോട് ഒളിച്ചോടിപ്പോയി. എങ്ങനെയുണ്ടത്? കടുപ്പം ഭയങ്കര തെറിയായിപ്പോയി. എന്തോരം തെറി കേട്ടിരിക്കുന്നു ഈ കൊല. ഗുഡ് മോർണിംഗ്. മഞ്ഞപ്പത്രത്തിൽ പച്ച സാരി കൊടുത്തോണ്ട് വന്നേക്കോ. അത് പറ്റത്തില്ല. ഇവിടെ മഞ്ഞ മാത്രം എടുത്തോണ്ട് വരാവുള്ളൂ. ഞങ്ങളെ കണ്ടില്ല മഞ്ഞ ഇട്ടോണ്ട് നിൽക്കുന്നത്. ഇതാരാന്നറിയാവോ നിനക്ക്? പഴംപൊരി ചില്ലിട്ട് വെച്ചല്ലേ? പഴംപൊരി ചില്ലിട്ട് വെച്ചേക്കുന്നോ? എന്റെ അമ്മായിപ്പ ശ്രീധരൻ പോലും തരാതെ എനിക്ക് സ്വന്തമായിട്ട് എടുത്തോന്നും പറഞ്ഞ് തന്നാണ് ഈ പ്രസും ഈ കാണുന്ന സ്വത്തും മുഴുവൻ. അമ്മ എങ്ങനെ മരിച്ചുപോയേ? മഞ്ഞപ്പിത്തം എന്ന് ആശുപത്രി കിടന്നു കഴിഞ്ഞപ്പോ ഒരു ചായ കുടിക്കണം എന്നൊരു മോഹം തോന്നി തട്ടുകട ചെന്ന് തിളച്ച എണ്ണക്കകത്ത് വീണ് അങ്ങനെയാണ് മരിച്ചത്. പഴംപൊരി പറ്റില്ല. നിനക്ക് നല്ലൊരു ശിക്ഷ ഞാൻ തരുന്നുണ്ട്. ഇന്നും നിനക്ക് ശമ്പളമില്ല, വെറുതെ ജോലി എടുത്താൽ മതി. ശമ്പളം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു നിമിഷം നിൽക്കുന്നില്ല. എനിക്ക് നിങ്ങളെ പാട്ട ജോലി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. തീക്കട്ട പ്രസിലെ സ്റ്റെനോ 5 സ്റ്റാർ ഹോട്ടലിൽ അഴിഞ്ഞാട്ടം. വേണ്ട, ഞാൻ ജോലി ചെയ്തോളാം. കേറിയിരിക്കുക. ഈ സൊലോയുടെ കളി, സൊലോയോട്. അയ്യോ എന്നോടാ ഭൂമിക്ക് കാറ്റടിച്ചു വരുവാ. ഞാൻ മര്യാദക്ക് പറഞ്ഞതാണ്. ഹർത്താലിന്റെ അന്ന് പത്രം ഇടാൻ പോകാൻ പറ്റിയാലെന്ന്. ഹർത്താലിന്റെ അന്ന് പത്രം പാലും ഒഴിവാക്കിയേക്കുമല്ലേ? പത്രം പാലും ഒഴിവാക്കി. ഈ ഒഴിവാക്കിയ സാധനമായിട്ട് എന്തിനാടാ നീ ഇങ്ങോട്ട് കയറി ഒന്നും ചോദിച്ചാൽ ഇടിച്ചു അറിയാവോ? ആണല്ലേ? അതെ, ഇവിടുന്ന് പത്രം എടുത്തോണ്ട് പോകണോണ്ട് ഇതിന് പൈസ മുഴുവൻ നീ തരാൻ അറിയാവോ? വീട്ടിലിരിക്കുന്ന 6000 പത്രം തൂക്കി വിറ്റിട്ടാണെങ്കിലും മുതലാണ്ട് കാശ് ഞാൻ തരാം. അപ്പൊ അതൊന്നും ചെലവാക്കിയില്ലേ? കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഇത് കൊടുക്കാനല്ലടാ നിന്റെ ഈ തരുന്നത്. എന്റെ മുതലാളി നമ്മുടെ പത്രം നാട്ടുകാർക്ക് വെറുതെ കൊടുത്തിട്ട് പോലും വാങ്ങിക്കുന്നില്ല. മീൻ പൊതിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, അപ്പൊ തന്നെ മീൻ ചീഞ്ഞു പോന്നാ പറഞ്ഞേ. ഉറുമ്പറിക്കുവാണല്ലോ. നമ്മുടെ പത്രത്തിലെ വാർത്ത ഇങ്ങനെയാണെങ്കിൽ ഈ തീക്കട്ട നടക്കത്തെ ഇക്ക അങ്ങോട്ട് എടുത്ത് മാറ്റിയ നല്ല പേരായിരിക്കും പറഞ്ഞ. തീക്കട്ടയുടെ ഇക്ക എടുത്ത് മാറ്റിയാൽ നീ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ പത്രം നാളെ ഇട്ടാ മതി. അല്ല, നാളത്തെ പത്രം എന്നതാ ഞാൻ പറഞ്ഞു വരുന്നത്. നീ പത്രം കൊണ്ട് ഇടാൻ നോക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഏത് കാലായിരുന്നു ഞൊണ്ട്? നിന്റെ വലതുകാലിലായിരുന്നു. അപ്പൊ ഒരു ചേഞ്ചിൽ ഇടതുകാലാക്കാം. എങ്ങനെയെങ്കിലും പത്രം മുടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്നോളും. മുതലാളി, സംഭവം മൊത്തം വിളിച്ച് ഇവിടെ ഒരു പരിപാടി നടക്കില്ല. വന്നോര് നെഗറ്റീവ് ആണല്ലോ പറയണേ. എന്നാ പ്രശ്നം എന്ന് പറയാം. അകത്ത് വെച്ചിരുന്ന പാ കാണാനില്ലല്ലോ. പണി സമയത്ത് കിടന്ന് ഉറങ്ങാൻ പോകണോ? എന്റെ മുതലാളി ഉറങ്ങണ പായല്ല, നമ്മൾ അച്ചടിക്കുന്ന അക്ഷരം പായില്ലേ, അത് കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? ചായ ഉണ്ടോ? അതുണ്ട്. ഈ ചായയിലെ അക്ഷരം ഇല്ലേ, അതിന്റെ അടിയിൽ ഒരു നീണ്ടിരിക്കുന്ന സാധനം ഇല്ലേ, അതും കട്ട് ചെയ്തിട്ട് പായായിട്ടാൻ കയറ്റിയാ മതിയല്ലോ. എന്റെ ദൈവമേ, കൊലവെട്ടി ചാക്കി കയറ്റാന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ഈ ചാവട്ടിയൊക്കെ പായ കയറ്റാ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും മുതലാളി. ഒരു ബുദ്ധിമുട്ട് നീ വേഗം പ്രിന്റ് അടിക്കാൻ നോക്കാം. പ്രിന്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഒരു പേജ് മാത്രം മിച്ചമുണ്ട്. ഏത് പേജ്? ഫലിതബിന്ദു. ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ദൈവമേ, ഫലിതബിന്ദു വന്നില്ലേ? കിട്ടാതെ എങ്ങനെ പത്രം വെച്ചടിച്ചു? ഇന്ന് വൈകുന്നേരം ഇറങ്ങണ്ട പത്രം. ഇത് എവിടെ ചെന്ന് ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കുവാന്ന്? 2 ദിവസം കൊണ്ട് പുള്ളിയെ ഇവിടെ കാണാനില്ല. അയ്യോ, എവിടെ പോയി കിടക്കണം ഒരു പിടുത്തമില്ലല്ലോ മുതലാളി. എന്നാ ഇതിന് മാത്രം ചിരിക്കാൻ? തമാശ പറഞ്ഞോണ്ട് വരുവാണ്. ഏത് തമാശ കിട്ടിയോ? കോമഡിയല്ല, ഞാൻ വരുന്ന വഴിക്ക് കട്ടളപ്പിടിക്ക് കാലൊരു തട്ട് തട്ടി. നല്ല വേദന. വേദന ചിരിക്കുവല്ലേ വേണം? അതിന് ചിരിക്കുവാണ് വേണ്ടത്. അയ്യോ, ഞാൻ കോമഡി ഇടുന്ന ആളല്ലേ, എനിക്ക് ചിരിക്കാനല്ലോ അറിയോ, കരയാനറിയില്ലല്ലോ.
എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ, 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കണ്ടില്ല. ഈ റിയാലിറ്റി ഷോയ്ക്ക് ഒരു ജഡ്ജായിട്ട് വിളിച്ചായിരുന്നു. ഒരു കോമഡി പരിപാടി. അപ്പൊ കോമഡിക്ക് വേണ്ടി അവിടെ ചെയ്ത പരിപാടി അമ്മമാരുടെ പരിപാടി ഒരു ലാഗ് അടിച്ചിട്ടേ എന്തോ ഒരു വല്ലാഴിക പോലെ. ഞാൻ ആ ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കോമഡി അങ്ങോട്ട് അടിച്ചു. അപ്പൊ തിരിച്ച് 2 അടി ഇങ്ങോട്ട് വന്നു. കോമഡി അല്ലേ, ചെവിക്കൽ 2 അടി. അടിപൊളി നേരെ ആശുപത്രി 2 ദിവസം ആശുപത്രി കിടക്കുമായിരുന്നു. അങ്ങനെ ആശുപത്രി കിടന്ന വഴിക്ക് എനിക്ക് നല്ലൊരു സംഭവം കിട്ടി. ഒരു കോമഡി ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ഒരു സംഭവം. അതെ, അപ്പൊ വേട്ടാവളിയിലാ കൂട് കൂട്ടിയത്, കോമഡി അല്ല. കൂട് കൂട്ടിയ ഒരു സംഭവം എനിക്ക് കിട്ടിയെന്നു. തമാശ കിട്ടി. കിട്ടിയോ? കിട്ടി. എഴുതാമല്ലോ അല്ലേ? പ്രിന്റ് ചെയ്തു. ആ റിപ്പോർട്ടർ എന്തിനാ? റിപ്പോർട്ടറെ നല്ലൊരു കോമഡി കിട്ടിയിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കേട്ട് ചിരിച്ച് മനസ്സമാധാനം നിൽക്കണം, അല്ലെങ്കിൽ അറ്റാക്ക് വരും. അതുപോലത്തെ സാധനമൊക്കെ അപ്പൊ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതിയെടുത്തു. അപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടി അവശനായി ഒരു രോഗി കയറി വരുന്നു. അപ്പോൾ ഡോക്ടർ എന്തു പറ്റി? അപ്പോൾ രോഗി കാലിൽ ആണി കൊണ്ടു. അന്നേരം ഡോക്ടർ ആണി കൊണ്ടെങ്കിൽ ചീറ്റി എടുക്കണം. ഉടനെ രോഗി തീറ്റി എടുക്കാൻ ഞാൻ എന്താ വരുമ്പോ പാടോ? അയ്യോ നല്ലത് കൈനീട്ട് മുളഞ്ഞ കോമഡി. ഈ പത്രത്തില് 5000 രൂപ അഡ്വാൻസ് മേടിച്ചതാണോ? ആണോ? ആ പൈസ കൊണ്ട് തരാൻ ഇല്ലല്ലോ. കോമഡി എടുത്തു വരുമോ? എഴുത്. വൈകുന്നേരത്തിന് മുമ്പ് 4 വലുത് എനിക്ക് വേണം. ചിരിക്കുന്ന വലുതായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വെട്ടും. ഞാനൊരു കാര്യം ചെയ്യും, ഈ ക്ലാക്കട്ട രാജിവെക്കോ? ക്ലാക്കട്ട അല്ല, തീക്കട്ട. രാജിവെക്കുവാ. രാജിവെച്ചാ വീട്ടിൽ വന്ന് ഞാൻ വെട്ടി. എഴുതിക്കോളാം. റിപ്പോർട്ടർ അപ്പോഴേ സാറേ, നമ്മൾ ഈ മഞ്ഞപ്പത്രം ഇങ്ങനെ പോയാൽ പോരാ, നല്ല ഒന്നാമത്തെ റിപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ഈ കേരളത്തിലുള്ള കംപ്ലീറ്റ് പത്രങ്ങളും അരിച്ചു പറക്കി നല്ല റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് പത്രം അല്ല, നമ്മളെ കംപ്ലീറ്റ് പത്രത്തിനേക്കാളും ഒരുപാട് മുകളിൽ വേണമെന്നോ എന്ന് വിചാരിച്ച ഒരുപാട് റിപ്പോർട്ട് തയ്യാറാക്കി. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് കാഞ്ഞിരപ്പള്ളി നടന്ന സംഭവമാണ്. ഒരു ഹെലികോപ്റ്റർ നേരെ മരുന്നടിക്കുന്നതിനിടയിൽ റബ്ബറിന്റെ മണ്ടയിൽ തട്ടി ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് നേരെ താഴേക്ക് വീഴുന്നു. ഇതുവരെ 57 ശവങ്ങൾ രക്ഷാപ്രവർത്തകർ മാന്തി എടുത്തു കഴിഞ്ഞു. ഇനി 2 പേരെ മാത്രമേ കിട്ടാനുള്ളൂ. ഹെലികോപ്റ്ററിലെ ഡ്രൈവറെ കിട്ടാറുണ്ട്. അതൊക്കെ ഓക്കെ. അപ്പൊ അത് റെഡിയാണല്ലോ. അപ്പോഴേ ഹെലികോപ്റ്ററിന്റെ പടം ഉണ്ടോ? പടം സാർ എന്നെ ഭർത്താവാ സാറേ പറയുന്നത്. ഈടാ ഹെലികോപ്റ്റർ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് പടം എടുക്കാൻ പറ്റുമോ? എന്നാ മണ്ടത്തരവാ സാറേ ഇത്. ഇത് ആൾക്കാർ ഇത് വായിച്ചു പോകുന്നുള്ളൂ. പടം കണ്ടാലല്ലേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഹെലികോപ്റ്റർ അതിപ്പോ ഞാനിപ്പോ എവിടെ ചെന്ന് പടം എടുക്കാൻ? ഒരു കാര്യം ചെയ്യും, നീ ആ രഘുവിന്റെ തട്ടുകടയിലേക്ക് ഓടിച്ചല്ലേ. എന്തിന്? അവിടെ ചെന്ന ഒരു ചിക്കൻ ഫ്രൈ ഇങ്ങ് മേടിച്ചോണ്ട് ഞാൻ ഒപ്പിക്കാൻ പറ്റും. എന്റെ സാറേ, ഞാനിപ്പോ ആഹാരം കഴിച്ചോളൂ, ഞാൻ ചിക്കൻ കഴിക്കാറില്ല. ചിക്കൻ ഫ്രൈ നിനക്കല്ല, പിന്നെ ചിക്കൻ ഫ്രൈയുടെ ലെഗ് പീസ് ഇങ്ങ് എടുക്കും, എന്നിട്ട് ചാറി മുക്കിട്ട് ക്ലോസിൽ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് പത്രത്തിലേക്ക് എടുക്കും. ഹെലികോപ്റ്റർ ക്രാഷ്. ഞാൻ ഇതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബസ് കത്തിയില്ലേ, ഞാൻ പത്രത്തിൽ പടം ഇട്ടായിരുന്നല്ലോ ബസിന്റെ. അതെങ്ങനെയിട്ടേ? ഒരു കവർ ബ്രെഡ് മേടിച്ചോണ്ട് തീക്കാത്തൊക്കെ ഇട്ടങ്ങ് ചുട്ടു, എന്നിട്ട് ക്ലോസ് ഫോട്ടോ എടുത്ത് പത്രത്തിലങ്ങ് ഇട്ടു. അതിന് അവാർഡ് കിട്ടി. പിന്നെ കോമഡി കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല സാധനമാണ്. കിടക്കുന്ന ഒരു കോമഡി കിട്ടിയിട്ടുണ്ട്. ഒരു വഴിപോക്കനും വഴി യാത്രക്കാരനും തമ്മിലുള്ള. എഴുതിക്കോട്ടെ. വഴിയിൽ വിഷമിച്ചിരിക്കുന്ന ഒരു യാത്രക്കാരൻ വേറൊരു യാത്രക്കാരൻ നടന്നു വരുന്നു. അയാളോട് ചോദിക്കുന്നു, ഹലോ മിസ്റ്റർ, എന്ത് പറ്റി? വിഷമിച്ചിരിക്കുന്നല്ലോ. ഉടനെ ഇരുന്നയാൾ പറയുന്നു, കോമഡി അതുകൊണ്ടാ. ഇരുന്നാൾ പറയുവാണേ, വിഷം എലിക്ക് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്.
തല്ലുന്നില്ലേ? വെള്ളം കൂടി അല്ല ഇല്ല, ഈ കേക്ക് തിന്നു. കേക്ക് തിന്നിട്ട് വെള്ളം കുടിച്ചാൽ അതാ നല്ലത്. കേക്ക് അല്ല സാർ, ഈ കേക്ക് കേക്കോ? ഈ പ്രസ് നിറച്ച് എലിയല്ലടാ. എലിയെ കൊല്ലാനായിട്ട് ഞാൻ ഈ കേക്കിന്റെ അകത്ത് വിഷം വെച്ചേക്കും. എത്ര നാളുണ്ട് പറയുന്നത് അതിന്റെ ടൈപ്പ് റൈറ്റ് ഏ ഇളകി കിടക്കുന്നതിനകത്ത് ഏ ഫിറ്റ് ചെയ്യാനാണ്. ഞാൻ എത്ര ആദ്യം പറഞ്ഞു ഏക്കാത്ത വിരലിടല്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വലിച്ചെടുത്താലോ? അല്ല അച്ഛൻ കടുകും കൂടെ ഇട്. എന്തോ ചെയ്യും സാറേ? ഇനിയിപ്പോ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കാണ്ട് വലിച്ചെടുക്ക്. എല്ലാരും കൂടി വലിക്കും. ഫയർഫോഴ്സിനെ വിളിച്ചാലോ? ഫയർഫോഴ്സിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏർപ്പാട് കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ കൈ കുടുങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെയും ചൂന്ന് കൂടികൾ ചക്കര ഈറ്റ പറ്റി നടക്ക്. ഒരു മാറിയില്ലേ? വർമാണിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി എടുത്തു കൊടുത്ത പിന്നല്ലാതെ കുട്ടി ആ കൈയും പറ്റും അനക്കാതെ വെച്ചിരിക്കണം. എണ്ണത്തോണി നീ കയ്യെ കുടുങ്ങിയില്ല, ഇത് ഫ്രീയാ. കുടുങ്ങിയാ മതിയായിരുന്നു. എടാ ആൾക്കാർ വന്നിട്ട് എടുത്തോണ്ട് പോടാ ഇതിനെയൊക്കെ. അകത്ത് കൊണ്ട് എങ്ങനെയാ സ്കൂട്ടറെ വേണ്ടി തല്ലി പൊട്ടിച്ചെടുക്ക്. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇല്ല, നിന്റെ വല്ല ഫലിത ബിന്ദു വായിച്ചു കാണോ? അതാ കരഞ്ഞോ. എന്നാ പറ്റി? അച്ഛൻ മരിച്ചുപോയി. ചെലവുണ്ട്. അച്ഛൻ മരിച്ചുപോയി, പത്രത്തിൽ ഇടാൻ വേണ്ടി വന്ന. ഓ അത് ശരി. ആ ഫോട്ടോതാ. ഫോട്ടോ ഇല്ല. ഫോട്ടോ ഇല്ലാതെ അങ്ങനെ പത്രത്തിൽ ഇടും? അല്ല, ഫോട്ടോ ഉണ്ട്. അച്ഛൻ ചാണക്കുഴി വീണാ മരിച്ചേ. അപ്പൊ മുഖം ഇങ്ങനെ പ്ലിങ്ങോന്നിരിക്കും. അതിട്ടാ ഞങ്ങളെ കുടുംബക്കാർക്ക് നാണക്കേടാ. അതുകൊണ്ട് ചേട്ടനെ വല്ല ഫോട്ടോ ഇരിപ്പുണ്ടോ? നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ എന്റെ ഒന്നും ഇരിപ്പില്ല. ഞാൻ ഇത് എവിടെ ചെന്ന് അപ്പച്ചന്റെ ഫോട്ടോ എടുക്കും. അതാരാ? അതെന്റെ അമ്മായിപ്പൻ. അതിട്ടാ മതി. അയ്യോ, അത് 25 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഞാൻ. ആണോ? ആ, ഇനി ഇട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. ഇനി വേറെ വല്ല ഫോട്ടോ ഉണ്ട് കേട്ടാ. അല്ല, ഫോട്ടോ വേണ്ട, വാർത്ത ഇട്ടാ മതി. ആ എന്നാ പറഞ്ഞോ. വാർത്ത എഴുതിക്കോട്ടോ. ഈ വാക്കിന് അങ്ങനെ വില ഇവിടെ? ഒരു വാക്കിന് 100 രൂപ വെച്ചാ. ആണോ? എന്നാ കുഴപ്പമില്ല. പൈസ ഉണ്ടല്ലോ. പൈസ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടോ എഴുതിക്കോ. അച്ഛൻ മരിച്ചുപോയി, വീൽ ചെയർ വിൽപ്പനയ്ക്ക്. അത് ഇവിടെ അല്ല വാർത്ത തരണ്ടേ, അത് OLC കൊടുക്കും. ഇവൻ അച്ഛൻ മരിച്ചതിന്റെ വിഷമമല്ല, വീൽ ചെയർ വിൽക്കാൻ നടക്കുക. ഒരു കിടക്കൻ സാധനം. ആരാ ഇതിന്റെ ഉടമസ്ഥൻ? ആരാ ഉടമസ്ഥൻ? ഇപ്പൊ ഞാനാണ്. ആണല്ലേ? ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു, പരസ്യം വരാൻ വന്ന. വായിക്കാം. എഴുതിക്കോട്ടോ. ഭൂപണയ ബാങ്കിൽ നിന്നും പ്രോപ്പർട്ടി പണയം വെച്ച് ലോൺ അടിക്കുകയും ഒരു പൈസ പോലും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഈ ഓഫീസ് മുറി ജപ്തി ചെയ്യുന്നു എന്ന് മാനേജർ. കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിൽ പെരുമ്പാക്കോട്ട് വില്ലേജിൽ മഞ്ഞുമ്മൽ കുഞ്ഞുമോൻ. ഇതുപോലത്തെ കുറെ നാറികളുണ്ടെന്ന്. ലോൺ എടുത്ത പൈസ തിരിച്ചടിക്കുകയാണ്, ഒട്ടും അടിച്ച് നടക്കും. ഇവരൊന്നും പൈസ തിരിച്ചടക്കണം ഒരു മോഹവും ഇല്ല. എടുത്ത് കഷത്ത് വയ്ക്കും, തിരിച്ചടക്കത്തില്ല. ജസ്റ്റ് ഒരു ലോൺ ഞാനും എടുത്തിട്ടുണ്ട്, തിരിച്ചടക്കത്തില്ല. ഇങ്ങനെയുള്ളവരെ നാറ്റിക്കാനാണ് നമ്മൾ പത്രത്തിൽ കൊടുക്കും. ഈ മഞ്ഞുമാൽ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ മഞ്ഞുമേൽ കുഞ്ഞുമോൻ ആരാ? എന്റെ അമ്മായിപ്പനാ. ആണോ? എന്നാ ഒരു കാര്യം പറയാം, ഈ കെട്ടിടം ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ജപ്തി ചെയ്യാൻ പോവാ. അതിനുള്ള നോട്ടീസാണ് ഇപ്പം തന്നത്. എന്റെ അമ്മായിപ്പ എനിക്ക് സ്ത്രീധനം തന്നതാണ്. ഈ സൊല സമ്മതിക്കത്തില്ല, ഇത് ജപ്തി ചെയ്യാൻ സമ്മതിക്കത്തില്ല. സൊലയോ? സൊല എന്ന് പറയാൻ ഞാൻ സ്വന്തം ലേഖകൻ. ഒരു കാര്യം ചെയ്യ് സാറേ, തൽക്കാലം ഈ സൊല എന്നുള്ള സംഭവം മാറ്റി പിടിക്കുന്ന നല്ലത്. ഇത് സ്വന്തം ലേഖകനല്ല, സ്വത്ത് ലേലം ചെയ്യുന്ന ആൾ. അതാണല്ലോ അദ്ദേഹം. അനനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത അനയൊന്നു വിവരിക്കട്ടെ, അറുബല അനയൊന്നു വിവരിക്കട്ടെ. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ, കർബല കഥയൊന്നു വിവരിക്കട്ടെ. ഇസ്ലാമിന്നിരുളിന്റെ കരിമുകിൽ നീക്കിയ
ഇതിഹാസമോതിടട്ടെ കർബല ഇശലായി കോർത്തിടട്ടെ അൽഹംദുലില്ലാഹ് ആരാധനായവനെ ആദ്യത്തെ തീർപ്പവനെ അല്ലാഹുടയവനെ അൽഹംദുലില്ലാഹ് ആരാധനായവനെ ആദ്യത്തു തീർത്തവനെ അല്ലാഹുടയവനെ ശംസുൽ ഹുദാ മുസ്തഫ ശർഫുൽ ബശീർ ഹുദാ ശംസുൽ ഹുദാ മുസ്തഫ ശർഫുൽ ബശീർ ഹുദാ അല്ലാഹ് ശരീഫ് ഖുർആൻ നാദാ തുണച്ചിടണേ ആരാധനായവനെ ആദത്തു തീർത്തവനെ അല്ലാഹുടയവനെ ജന്നത്തിൽ സ്പർശനമാം പിന്നോളം ശോഭിതമാം ജന്നത്തിൽ സ്പർശനമാം പിന്നോളം ശോഭിതമാം പകരുള്ള ശിവനിലെ തുമ്മിത്തമിഴ് ഉടനെ അൽഹംദുലില്ലാഹ് ആരാധനായവനെ ആദത്തു തീർത്തവനെ അല്ലാഹുടയവനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡിൽ ഏറ്റവും ഓളമുള്ള ഒരു എപ്പിസോഡ് ഇന്നത്തെ ആണെന്ന് ഞാൻ പറയും. കാരണം വൈൻഡപ്പും അതിഗംഭീരമായിട്ടാണ് നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷനിലെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അല്ലേ? ഗംഭീരമായിരുന്നു. അപ്പൊ എന്തായാലും നന്നായിരുന്നു. നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ താഴെ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ബുക്കിംഗ് റൈറ്റ് നൗ അല്ലേ? കാരണം ഇനി ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല. ദുബായിലൊക്കെ കഴിഞ്ഞ് ഇവരെ അടിച്ച് പൊളിച്ച് വന്നു കഴിഞ്ഞാൽ ഇനി എത്ര രാജ്യങ്ങളല്ലേ അല്ലേ? അപ്പൊ നമ്മൾ എല്ലാരും ചിരിച്ച് സന്തോഷത്തോടെ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക കേട്ടോ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. അപ്പൊ എല്ലാവരോടും ചേർന്ന് നമ്മുടെ പ്രേക്ഷകർ അവിടെ ഉണ്ട് ക്യാമറയിൽ നേരെ നോക്കി ചാറ്റ് കാണിച്ചേ. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.